ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഭഗവത്ഗീത ഓവർവ്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 16ാമത്തെ അധ്യായമാണ്, ദൈവ ആസുര ഭാവങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ 15ാമത്തെ അധ്യായം പുരുഷോത്തമയോഗം കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് ദേവാസുര ഭാവങ്ങൾ എന്നുള്ള 16ാമത്തെ അധ്യായം നോക്കാം. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ അധ്യായവും. ഇവിടെ രണ്ട് വിധത്തിലുള്ള മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ജീവജാലങ്ങളെല്ലാം രണ്ട് വിധത്തിൽ, രണ്ട് സ്വഭാവമുള്ളവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവിക സ്വഭാവമുള്ളവരും ആസുരിക സ്വഭാവമുള്ളവരും. നേരത്തെ തന്നെ 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ദൈവിക പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ് ഭക്തന്മാർ ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് 9ാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യമനസോ ജ്ഞാത്വാ മാം ഭൂതാദിമവ്യം. അപ്പൊ ദൈവിക പ്രകൃതിയിലൂടെ പോയാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും, ആസുരിക പ്രകൃതിയിലേക്ക് നമ്മൾ വീണുപോയാൽ നമ്മൾ താഴോട്ടാണ് പോകുന്നതെന്നും എന്നുള്ള കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവസാനം ആസുരിക സ്വഭാവത്തെ ഉപേക്ഷിക്കാനും ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ അധ്യായം നമ്മൾക്ക് നോക്കാം. ആകെ 24 ശ്ലോകങ്ങളാണ് ഈ 16ാമത്തെ അധ്യായത്തിലുള്ളത്. 16ാമത്തെ അധ്യായം നമ്മൾക്ക് 3 ഭാഗമായിട്ട് തിരിക്കാൻ സാധിക്കും. ആദ്യത്തെ ഭാഗം 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ. 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ദൈവികവും ആസുരികവുമായ ഭാവങ്ങളെ കുറിച്ച് ചുരുക്കി പറയുന്നു. ദൈവികവും ആസുരികവുമായിട്ടുള്ള ഭാവങ്ങളെ കുറിച്ച് ഭഗവാൻ ചുരുക്കി പറയുന്നു ആദ്യത്തെ ഭാഗത്ത് 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ. രണ്ടാമത്തെ ഭാഗം 7 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ്. 7 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ആസുരിക സ്വഭാവത്തെ വിസ്തരിച്ച് പറഞ്ഞു തരുന്നു. 7 മുതൽ 20 വരെയുള്ള രണ്ടാമത്തെ ഭാഗത്ത് ഭഗവാൻ ആസുരിക സ്വഭാവത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഭാഗം 21 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ ആസുരിക ഭാവം ഉപേക്ഷിക്കുന്നതിന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. ആസുരിക ഭാവം നമ്മളെ താഴോട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആസുരിക സ്വഭാവം ഉപേക്ഷിക്കണമെന്നാണ് ഈ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് ഭഗവാൻ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് ശ്ലോകങ്ങൾ നോക്കാം. ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച്. ഈ ഭൗതിക ലോകത്തിനെ ഒരു വൃക്ഷമായിട്ടാണ് ഭഗവാൻ ഉപമിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? എങ്ങനെയുള്ള വൃക്ഷമായിട്ടായിരുന്നു ഭഗവാൻ ഈ ഭൗതിക ലോകത്തിനെ ഉപമിച്ചിട്ടുണ്ടായിരുന്നത്? തല തിരിഞ്ഞ ഒരു വൃക്ഷം, അല്ലെ? അധശ്ചോർദ്ധം സസ്യശാഖം ഊർധമൂലം അധശാഖം, അല്ലെ? വേര് മുകളിലേക്കും ചില്ലകൾ താഴോട്ടുമായിട്ടുള്ള ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ടാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കണമെന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. ആത്മീയ ലോകത്തിലേക്ക് കടക്കണം, അങ്ങനെ ഭഗവാൻ പരമപുരുഷനെ ശരണം പ്രാപിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആർക്കാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നത്? ഏത് സ്വഭാവമുള്ളവരാണ് ഈ ഭൗതിക ലോകത്തിന്റെ പുറത്തേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ഭഗവാൻ പറയുന്നത് ദൈവീ സമ്പത്തുള്ള ആളുകളുടെ സ്വഭാവത്തിനെ കുറിച്ചാണ്. 2 തരം സ്വഭാവമുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആസുരിക സ്വഭാവവും ദൈവിക സ്വഭാവം. എന്താണ് ദൈവിക സ്വഭാവം, എന്താണ് ആസുരിക സ്വഭാവം എന്ന് ഇവിടെ വ്യക്തമായിട്ട് ഭഗവാൻ വിവരിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്ത് തന്നെ ഭഗവാൻ ദൈവിക സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്.
ദൈവീ സമ്പത്ത് എന്നും പറയും, അല്ലെങ്കിൽ ദൈവിക പ്രകൃതി, അല്ലെങ്കിൽ ദൈവിക സ്വഭാവം എന്നും പറയും. ആ ദൈവിക സ്വഭാവത്തിനെ കുറിച്ച് 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. ശ്രീ ഭഗവാൻ വാച അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗ ശാന്തി അപൈശുനം ദയാ ഭൂതേശലോലുപ്തം മാർദ്ദവം ഹ്രീ അചാപലം തേജ ക്ഷമ ധൃതി ശൗചം അദ്രോഹോ ന അതിമാനിത ഭവന്തി സമ്പദം ദൈവി അഭിജാതസ്യ ഭാരത. ദൈവിക സമ്പത്തോടുകൂടി ജനിച്ചവരുടെ സ്വഭാവത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവർക്കുള്ള ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? വിവർത്തനത്തിൽ ശീലപ്രഭാതര വിവർത്തനത്തിലും ഭാവാർത്ഥത്തിലും വിശദമായിട്ട് പറയുന്നുണ്ട്. ഓരോ സ്വഭാവത്തിനെയും എടുത്ത് ശീലപ്രഭാതര വിശദീകരിക്കുന്നുണ്ട്. നമ്മൾക്ക് അത്ര വിശദീകരിച്ച് നോക്കാൻ ഈ സെക്ഷനിൽ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾക്ക് ഒന്ന് നോക്കാം. നിർഭയത, അസ്തിത്വത്തിന്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവീകതയുള്ളവർക്കുള്ള ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം മനസ്സിലാവും അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയായിട്ടുള്ള വ്യക്തിയായിരിക്കും, അല്ലെ? ഈശ്വര വിശ്വാസിയായി കഴിഞ്ഞാൽ, ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ ഈ സ്വഭാവങ്ങളൊക്കെ താനെ വന്നുകൊള്ളും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യം നിർഭയത പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഭഗവാൻ പറയുന്നത് നിർഭയതയാണ്. നിർഭയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ സംരക്ഷണത്തിലാണ്, ഏതൊരു സാഹചര്യത്തിലും ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം, അതാണ് നിർഭയത എന്ന് പറയുന്നത്. ആ നിർഭയതയുണ്ടെങ്കിൽ, ഭഗവാന് വിശ്വാസമുണ്ടെങ്കിൽ, ബാക്കി എല്ലാ സ്വഭാവങ്ങളും താനെ നമുക്ക് വന്നുകൊള്ളും. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ആസുരിക സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ ദൈവിക സ്വഭാവത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6 പേജ് ഭാവാർത്ഥം തന്നെ ഈ ഒരു ഒറ്റ ശ്ലോകത്തിന്, ഈ ഒരു 3 ശ്ലോകത്തിന് ശീലപ്രഭാതർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ സ്വഭാവത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആസുരിക സ്വഭാവത്തിനെ ചുരുക്കി പറയുന്നുണ്ട്. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരി. ആസുരിക ഗുണത്തിനെ കുറിച്ചാണ് 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരി. ആസുരികരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകളാണ്. അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ദംഭോ ദർപ്പോ അഭിമാനശ്ച. ദമ്പം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നാണ് അവർ പറയും, അല്ലെ? ഭക്തന്മാര് പറയും എല്ലാവരും ഭഗവാനെ ആരാധിക്കണം, അല്ലെ? ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കണം എന്ന് ഭക്തന്മാർ പറയും. പക്ഷെ അസുരന്മാർ എന്താണ് പറയാം? ഹിരണ്യകശിപു പറഞ്ഞതുപോലെ എല്ലാവരും എന്നെ ആരാധിക്കണമെന്ന് അവർ പറയും. അതാണ് ദമ്പം എന്ന് പറയുന്നത്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ദർപ്പം, അഭിമാനം, ശാരീരിക അഭിമാനം, ഞാൻ ഈ ശരീരമാണെന്നുള്ള വിചാരം. ക്രോധം, പാരുഷ്യം, അവരുടെ ആ പെരുമാറ്റ രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആസുരിക സ്വഭാവമാണ് എന്നുള്ള കാര്യം. അജ്ഞാനം, ഈശ്വരനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അവര് ജീവാത്മാവാണെന്നും അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചോ ഒന്നും അറിവുണ്ടാവില്ല. അതുകൊണ്ട് അജ്ഞാനത്തിലാണ് അവർ പൂർണ്ണമായിട്ടും മുഴുകിയിരിക്കുന്നത്. പാർത്ഥസമ്പദം ആസുരി. ഇത് ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ഇനി 2 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലുള്ള ഗുണദോഷങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട് 5ാമത്തെ ശ്ലോകത്തിൽ. ദൈവീ സമ്പത്താണ് നമ്മൾക്കുള്ളതെങ്കിൽ, ദൈവിക സ്വഭാവമാണ് നമ്മൾക്കുള്ളതെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ നമ്മൾക്ക് ആസുരികമായിട്ടുള്ള സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അവിടെ ഭഗവാൻ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായ ആസുരീമത.
നമ്മൾക്ക് ദൈവീ സമ്പത്താണുള്ളതെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരവിശ്വാസം, അതിനോടനുബന്ധിച്ച മറ്റ് നല്ല ഗുണങ്ങൾ അതാണ് ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവീ സമ്പദ് വിമോക്ഷായ, നമ്മൾ ഉയരത്തിലേക്കാണ് പോകുന്നത്, നമ്മൾ മോക്ഷമാർഗത്തിലാണ് പോകുന്നത്. ഈ ഭൗതിക ലോകത്തിന്റെ പുറത്തേക്ക് കടക്കാൻ സാധിക്കും. വിമോക്ഷം അല്ലെ, പുറത്തേക്ക് കടക്കാൻ സാധിക്കും. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചിതനാവുക, ജയിൽ മോചിതനായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടു എന്നാണ് അർത്ഥം. അതേപോലെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദൈവീ സമ്പത്ത് വിമോക്ഷായ നിബദ്ധായ അസുരീമത. അസുരന്മാരോ, അസുരിക സ്വഭാവമാണെങ്കിൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും, ഈ ഭൗതിക ലോകത്ത് തന്നെ കിടക്കേണ്ടി വരും. അല്ല, ജയിലില് കുറ്റവാസന കുറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റം ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ചെയ്തത് തെറ്റായെന്ന് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പരോളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ റെക്കമെൻഡേഷനോട് കൂടി അവർക്ക് പരോള് കിട്ടും, പുറത്തിറങ്ങാം ഇടയ്ക്കൊക്കെ. പക്ഷേ അവര് കുറ്റവാസന വീണ്ടും തുടരുകയാണെങ്കിൽ, ഒരിക്കലും അവർ തെറ്റ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അവരൊരിക്കലും ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുകയില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ അല്ലെ. ദൈവീ സമ്പദ് വിമോക്ഷായ, ദൈവീക സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നും മോചനം ലഭിക്കും, പുറത്തേക്ക് പോകാം. അസുരിക സ്വഭാവം തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായ അസുരീമത. മാശുജ സമ്പദം ദൈവീ അഭിജാതോസി പാണ്ഡവ. അർജുനോട് എടുത്തു പറഞ്ഞു, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നീ ഭക്തനായതുകൊണ്ട് നിനക്ക് ഓൾറെഡി ദൈവിക സ്വഭാവം തന്നെയാണുള്ളത്, നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭക്തന്മാർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭക്തന്മാർക്ക് ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ദൈവിക ഗുണങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ വന്നുകൊള്ളും. അവരതിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായ അസുരീമത. മാശുജ സമ്പദം ദൈവി അഭിജാതോസി പാണ്ഡവ എന്ന് പറയുന്നു. നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ദൈവിക സമ്പത്ത് തന്നെയാണ് ഉള്ളത് എന്ന് എടുത്തു പറയുന്നു. ഇനി ഭഗവാൻ പറയുന്നു, ഈ രണ്ട് സ്വഭാവമാണ് ലോകത്തിൽ എല്ലാവർക്കും ഉള്ളത് എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. ഈ രണ്ട് കൂട്ടരും ഈ രണ്ട് കൂട്ടരും എല്ലാ സമയത്തും എല്ലാ കാലത്തും ഈ ലോകത്തുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കാൻ പാടില്ല എല്ലാവരും ഈശ്വരവിശ്വാസികളാവണം എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം എന്താണ്? എല്ലാ സമയത്തും ആസുരിക സ്വഭാവമുള്ള ആളുകളും ഉണ്ടാകും, ദൈവിക സ്വഭാവമുള്ള ആളുകളും ഉണ്ടാകും അല്ല. ഈശ്വരനെ എതിർക്കുന്ന ആളുകളും എല്ലാ കാലത്തുമുണ്ട്, ഈശ്വരനെ വിശ്വസിക്കുന്ന ആളുകളും ഈശ്വരനെ ആരാധിക്കുന്ന ആളുകളും എല്ലാ കാലത്തുമുണ്ട്. പണ്ട് കാലത്തും പുരാണ കാലത്തും നമ്മൾക്ക് കാണാൻ സാധിക്കും ഈശ്വരനെ എതിർക്കുന്ന ആസുരിക സ്വഭാവമുള്ള ആളുകൾ. ഇന്നത്തെ കാലത്തും നമ്മൾക്ക് ധാരാളമായിട്ട് ഈശ്വരനെ എതിർക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും, ഈശ്വര ഭക്തന്മാരെയും കാണാൻ സാധിക്കും. അപ്പം അത് ഈ ഭൗതിക ലോകത്തിന്റെ ഒരു സ്വഭാവമാണ് എന്ന് പറയും. ആത്മീയ ലോകത്തിലാണെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഭൗതിക ലോകമായതുകൊണ്ട് കൂടുതലും ആരാണ് ഉണ്ടാവുക? കൂടുതൽ ഈശ്വരനെ എതിർക്കുന്ന ആളുകളാണ് ഉണ്ടാവുക. പിന്നീട് അവർ ഭഗവാന്റെ ഭക്തിയിലേക്ക് തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കൂട്ടരെയും നമ്മൾക്ക് എല്ലാ സമയത്തും കാണാൻ സാധിക്കും എന്ന് ഇവിടെ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ദൗ ഭൂത സർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേശ്രണു. ഈ സർഗത്തിൽ, ഈ സൃഷ്ടിയിൽ, ഈ ഭൗതിക സൃഷ്ടിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്, ആത്മീയ ലോകത്തിനെ കുറിച്ചല്ല. ആത്മീയ ലോകത്തിൽ, വൈകുണ്ഠ ലോകത്തിൽ ഭഗവാന്റെ ഭക്തന്മാർ മാത്രമേ ഉള്ളൂ, അവിടെ അസുരന്മാരില്ല. പക്ഷെ ഈ സൃഷ്ടിയിൽ, സർഗത്തിൽ ദൗ ഭൂത സർഗോ, സർഗോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ സൃഷ്ടിയിൽ അസുരന്മാരും ദൈവിക സ്വഭാവമുള്ള ആളുകളും അല്ലെങ്കിൽ അസുരന്മാരും ദേവന്മാരും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ആരാണ് അസുരൻ, ആരാണ് ദൈവിക ദേവൻ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. വിഷ്ണു ഭക്തന്മാരെയാണ് ദേവന്മാരെന്ന് വിളിക്കുന്നത്. വിഷ്ണുവിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവരെയാണ്
ദേവന്മാരെന്ന് വിളിക്കുന്നത്. വിഷ്ണുവിനെ ആരാധിക്കാൻ കൂട്ടാക്കാത്തവരെയാണ് അസുരന്മാരെന്ന് വിളിക്കുന്നത്. അസുരന്മാർ മറ്റ് ആരാധനകളും ചെയ്യും. അവരെന്തെങ്കിലും ഒരു ആരാധനയും ചെയ്യില്ല എന്ന് പറയുന്നില്ല. അവരും പലതിനെയും ആരാധിക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റു മനുഷ്യന്മാരെ ആരാധിക്കും, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെ ആരാധിക്കും, പ്രകൃതിയെ ആരാധിക്കും, അല്ലെങ്കിൽ ദേവന്മാരെ ആരാധിക്കും. മഹാദേവനെ ആരാധിക്കും, ബ്രഹ്മാവിനെ ആരാധിക്കും. അത് അസുരന്മാരും ചെയ്യുന്നുണ്ട്. അല്ല, നമ്മൾക്കറിയാം, രാവണൻ ഒരു അസുരനായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ രാവണനും ആരാധന ചെയ്തിട്ടുണ്ട്, മഹാദേവനെ ആരാധിച്ചിട്ടുണ്ട്. മഹാദേവന്റെ വലിയൊരു ഭക്തനാണ് രാവണൻ. പക്ഷെ അദ്ദേഹം അസുരനായിട്ടാണ്, രാക്ഷസനായിട്ട് അറിയപ്പെടുന്നത്. ഹിരണ്യകശിപുവും ആരാധന ചെയ്തിട്ടുണ്ട്, ബ്രഹ്മാവിനെ ആരാധിച്ചിട്ടുണ്ട്. വിഷ്ണുവിനെ ആരാധിക്കാൻ അവരൊരിക്കലും തയ്യാറാകുകയില്ല. വിഷ്ണുവിനെ ആരാധിച്ചാൽ മാത്രമേ ദൈവിക സമ്പത്തിലേക്ക് അവർ വരുന്നുള്ളൂ. അതാണ് അസുരനും ദേവനും തമ്മിലുള്ള വ്യത്യാസം. വിഷ്ണു ഭക്തന്മാരെയാണ് ദേവന്മാരെന്ന് വിളിക്കുന്നത്. മറ്റുള്ള ആരാധന ചെയ്യുന്ന ആളുകൾ ആസുരിക സ്വഭാവമുള്ള ആളുകളാണെന്ന് ആണ് പറയുന്നത്. അപ്പം ഇനി ഭഗവാൻ പറയുന്നു, ദൈവോ വിസ്തരച്ച പ്രോക്ത ആസുരം പാർത്ഥമേശ്വരണം. ദൈവിക സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി ആസുരിക സ്വഭാവത്തെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി 20ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ വിശദമായിട്ട് ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്? ചിലപ്പോൾ നമ്മുടെ ഉള്ളിലും ആസുരിക സ്വഭാവം ഉണ്ടാകും, ചിലപ്പോഴല്ല, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നമ്മൾ ഭൗതിക ലോകത്തിലാണുള്ളത്, അല്ലെ? ഭൗതിക ലോകത്തിലേക്ക് വരാൻ തന്നെ കാരണം ആസുരിക സ്വഭാവമാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആസുരിക സ്വഭാവത്തിന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് വളരാന്തത. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം ആസുരിക സ്വഭാവം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വിശദമായിട്ട് ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുര ന ശൗചം നാപിചാചാരോ ന സത്യം തേഷു വിദ്യതേ. ഇത് അസുരന്മാരുടെ പ്രധാന ക്വാളിറ്റിയാണ്. പ്രവൃത്തിം ച നിവൃത്തിം ച, എന്താണ് ചെയ്യേണ്ടത്? വേദശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് അവർക്കറിയില്ല, കൃത്യമായിട്ട് അറിവില്ല. ന ശൗചം നാഭിചാചാരം, പ്രവൃത്തി മാർഗത്തിനെ കുറിച്ചും നിവൃത്തി മാർഗത്തിനെ കുറിച്ചും അവർക്ക് അറിയില്ല, അല്ലെ? എന്താണ് പുണ്യം, എന്താണ് പാപം എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. പുണ്യം പാപം അങ്ങനെയൊന്നുമില്ല. ഇനി പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം, അതായത് ഈ ഭൗതിക ലോകത്തിലുള്ള പ്രവർത്തനം, നിവൃത്തി മാർഗം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അവർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ് ഇവിടെ പറഞ്ഞത് പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച. അവർക്ക് അറിയുകയില്ല എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അറിയുന്നവർ കൃത്യമായിട്ട് പറഞ്ഞു തരും, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതറിയാത്തവരെന്ത് പറയും? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ സങ്കല്പമാണ് എന്നൊക്കെ പറയും. അത് ആസുരിക സ്വഭാവമാണ്. ശാസ്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. അതാണ് നമ്മൾക്ക് പറഞ്ഞു തരേണ്ടത്. പക്ഷെ അതിനു പകരം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്നത് ആസുരിക സ്വഭാവമാണ്. ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യത. ന ശൗചം, അവർക്ക് ശുചിത്വമില്ല, അല്ലെ? മാനസികമായിട്ട് ശുചിത്വം ഇല്ല, ബാഹ്യമായിട്ടും ശുചിത്വമില്ല. അത് ആസുരിക സ്വഭാവമാണ്. ശുചിത്വം ദൈവിക സ്വഭാവമാണ്. എല്ലാം നമ്മുടെ ശരീരം, നമ്മുടെ വീട്, നമ്മുടെ മനസ്സ്, ഇതൊക്കെ ശുചിയാക്കി വെക്കുന്നത് ദൈവിക സ്വഭാവമാണ്. ശുചിത്വം ഇല്ലാതിരിക്കുന്നത്, വൃത്തിഹീനമായിട്ട് കിടക്കുന്നത് ആസുരിക സ്വഭാവമാണ്. ന സത്യം തേഷു വിദ്യതേ, സത്യസന്ധത അവർക്കുണ്ടാവില്ല. അവർ വളരെ ഈസി ആയിട്ട് നുണ പറയും, അല്ലെ? ദൈവിക സ്വഭാവമുള്ളവർക്ക് അങ്ങനെ നുണ പറയാൻ സാധിക്കുകയില്ല, വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ? കള്ളം പറയുക പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വളരെ ഡിസ്റ്റർബഡ് ആവും. ഞാൻ അറിയാതെ അസത്യം പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും മനസ്സിൽ. പക്ഷെ ആസുരിക സ്വഭാവമുള്ളവര് കള്ളം പറയുന്നതിലാണ് സന്തോഷിക്കുന്നത്. ഒരാളെ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ അവർ വളരെ ചിരിച്ചുകൊണ്ട് കള്ളത്തരം പറയുന്ന ആളുകളാണ് ഈ ആസുരികമായിട്ടുള്ള സ്വഭാവം. അവർക്ക് സത്യം പറയാനാണ് സാധിക്കാത്തത്. അവർക്കൊരിക്കലും സത്യം പറയാൻ സാധിക്കുകയില്ല.
പിന്നെ അവരുടെ ഒരു പോളിസി എന്താണ്? 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവരുടെ ഫിലോസഫി എന്താണ്? അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹു അനീശ്വരം. ഈ ലോകത്തിൽ ഈശ്വരൻ ഒന്നുമില്ല. അസത്യം. നിങ്ങൾ പഠിക്കുന്ന ഈ വേദങ്ങള്, ഭഗവത്ഗീത, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു തട്ടിപ്പാണ് എന്നാണ് അവർ പറയുന്നത്, അല്ലെ? അസത്യം, ഇതിനൊന്നും ഒരു സത്യവുമില്ല എന്നാണ് അവർ പറയുക. അസത്യം. അപ്രതിഷ്ഠം, ഇതിനൊന്നും ഒരു ആധാരവുമില്ല. ഇത് ഈശ്വരനിൽ നിന്ന് വന്നതൊന്നുമല്ല, ഇതാരോ കഥ എഴുതിയതാണ്, ഇതൊക്കെ തട്ടിപ്പാണ് എന്നാണ് അവർ പറയുക. അപ്പൊ അവരങ്ങനെ പറയുമെന്ന് ഭഗവത്ഗീതയിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹു അനീശ്വരം. ഈ ലോകത്തിന് ഒരു ഈശ്വരനൊന്നുമില്ല. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളതാണ്. പണ്ട് മുതലേ അങ്ങനെ ഉള്ളതാണ് ഈ പ്രകൃതി, ഈ ലോകം. അതിനൊരു ഈശ്വരനൊന്നും, അതിന്റെ മുകളിൽ ഈശ്വരനൊന്നുമില്ല എന്ന് അവർ പറയും. അതാരാണ് പറയുന്നത്? ആസുരിക സ്വഭാവമുള്ള ആളുകളാണ് പറയുന്നത്. ജഗദാഹു അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം. ഇവിടെ നമ്മൾക്ക് സംഭവിക്കുന്ന അനുഭവങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതങ്ങനെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. കിമന്യത് കാമഹൈതുകം. എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കാം. അത്രയേ ഉള്ളൂ. അതിനല്ലാതെ വേറെ ശാസ്ത്രമൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവര് പറയുന്നത്, അല്ലെ? അപരസ്പര സംഭൂതം. വേദങ്ങളിൽ അനുസരിച്ച് ഒരു വ്യക്തി അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് വ്യത്യസ്ത ശരീരങ്ങൾ അവർക്ക് ലഭിക്കുന്നത്, വ്യത്യസ്ത സൗകര്യങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നത്. ചില ആളുകൾ അംഗവൈകല്യത്തോടു കൂടി ജനിക്കുന്നു, ചില ആളുകൾ നല്ല ആരോഗ്യത്തോടു കൂടി ജനിക്കുന്നു. അതൊക്കെ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ അസുരിക സ്വഭാവമുള്ള ആളുകൾ ഇതിലൊന്നും കർമ്മ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല. അപരസ്പര സംഭൂതം, അതൊക്കെ യാദൃച്ഛികമായി അങ്ങനെ ആയതാണ് എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണമൊന്നും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് അവരങ്ങനെ പറയുന്നു. കിമന്യത് കാമഹൈതുകം. എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് അവരുടെ ഫിലോസഫി. അങ്ങനെ ഈ ഒരു ഫിലോസഫി വെച്ചിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണക്ഷയായ ജഗതോ അഹിത. ഈ ഒരു ഫിലോസഫി, ഈശ്വരൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, നിങ്ങൾക്ക് ആകെ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ഫിലോസഫി, അത് വെച്ച് അവരെന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ് പറയുന്നത്. പ്രഭവന്തി ഉഗ്രകർമാണ് ക്ഷയായ ജഗതോ അഹിത. ആ ലോകത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ അവർ ചെയ്യും, അല്ലെ? അടുത്ത തലമുറയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഈ ഒരു ലൈഫ് നന്നായി ജീവിക്കാം, അല്ലെ? അതിനുവേണ്ടി പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും എല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആസുരിക സ്വഭാവങ്ങൾ, ആസുരിക പ്രവർത്തനങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു സമാധാനം ലഭിക്കുകയില്ല എന്നാണ് അടുത്ത 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 10ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്. കാമമാശ്രിത്യ ദുഷ്പൂരം ദമ്പമാനം മതാന്യത മോഹാത് ഗൃഹീത്വ അസദ്ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചിവ്രത. അവരുടെ മെയിൻ മോട്ടീവ് എന്താണ്? കാമം, അവരുടെ ഇന്ദ്രിയ തൃപ്തി. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. പക്ഷെ എന്താണ്? അവർക്കൊരിക്കലും തൃപ്തിയാകുന്നില്ല, അവർക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നു. ദുഷ്പൂരം, എത്ര പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു സംതൃപ്തി ആവുന്നില്ല. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ചിന്താം അഭിമേയാം ച പ്രളയാന്താം ഉപാശ്രിത കാമോപഭോഗപരമോ ഏതാവതി നിശ്ചിത ആശാപാശതൈർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ചയ. അവരുടെ ആഗ്രഹത്തിനൊരു അവസാനവുമില്ല എന്ന് പറയും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്ന് വേണം. കാരണം സംതൃപ്തിയാകുന്നില്ല, തൃപ്തിയാകുന്നില്ല, അല്ല? ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാലേ നമ്മൾക്ക് തൃപ്തിയാവുകയുള്ളൂ. അല്ലാത്ത പ്രവർത്തനങ്ങൾ എത്ര കഠിനമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും തൃപ്തിയാവുകയില്ല. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് നേടണം എന്ന് വിചാരിച്ച് ആശാപാശ ശതൈർബദ്ധ, 100 കണക്കിന് ആഗ്രഹങ്ങളായിട്ട് അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ആഗ്രഹം നടത്താൻ വേണ്ടി അന്യായമായിട്ടും അവര്
അർത്ഥം സഞ്ചയിക്കും എന്നാണ് പറയുന്നത്. അന്യായമായിട്ടും പണം സമ്പാദിക്കും, അല്ലെ? മറ്റുള്ളവരെ കൊന്നിട്ടോ കൊള്ളയടിച്ചിട്ടോ തട്ടിപ്പ് നടത്തിയിട്ടോ പറ്റിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ധനം സമ്പാദിക്കുക. അതാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. പണം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാം, ഇതാണ് അവർ വിചാരിക്കുന്നത്. ഈ ലോകത്തിലുള്ള സുഖത്തിന്റെ അടിസ്ഥാനം എന്താണ്? പണം സമ്പാദിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പണം സമ്പാദിക്കാം, ആരെ വേണമെങ്കിലും കൊല്ലാം, കൊള്ളയടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റുള്ളവരെ പറ്റിക്കാം, ചതിക്കാം, ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ അവര് അന്യായനാർത്ഥ സഞ്ചയം, അന്യായമായിട്ടും അവരർത്ഥം പണം സമ്പാദിക്കുമെന്നാണ് പറയുന്നത്. ഇനി അവരുടെ ഒരു ചിന്താഗതി, അവരുടെ സൈക്കോളജിയെ കുറിച്ചാണ് അടുത്ത 13 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. എന്താണ് അവർ ചിന്തിക്കുന്നത്, അവരുടെ മൈൻഡിലുള്ള ചിന്ത എന്താണ് എന്ന 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇതമദ്യമയാലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്മീദഭിമേ ഭവിഷ്യതി പുനർധനം. എപ്പോഴും അവർ ചിന്തിക്കുന്നത് പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ്, അല്ലെ? എനിക്കിപ്പോൾ ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും, ഇനിയും ഞാൻ എൻ്റെ പ്ലാൻ കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കും. ഇതമദ്യമയാലബ്ധം, എനിക്കിപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇമം പ്രാപ്സ്യേ മനോരഥം, ഇതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും. ഇതമസ്തീത് അഭിമേ, ഇത് ഞാൻ ഇരട്ടിക്കും. ഭവിഷ്യതി പുനർധനം, ഇപ്പോഴുള്ള പൈസ വെച്ച് ഞാൻ വേറൊരു ബിസിനസ് ചെയ്യും, അങ്ങനെ ഞാൻ അതിനെ ഇരട്ടിപ്പിക്കും. പുനർധനം, ഇതാണ് അവരുടെ ചിന്താഗതി. അസൗമയഹത ശത്രു ഹനിഷ്യേജാപരാനവി. ചില ആളുകൾ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ എതിർക്കുന്നതായിട്ട് അവർ അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ, ഈ ആസുരിക സ്വഭാവി തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇതെന്റെ ശത്രുവാണ് എന്ന് അദ്ദേഹം കണക്കാക്കും. തനിക്കെതിരെ എന്തെങ്കിലും എതിർപ്പ് ആരെങ്കിലും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരായി? ശത്രുവായി, അല്ലെ? ഇതെന്റെ ശത്രുവാണ്, ഞാൻ എന്തു ചെയ്യും? ഇവനെങ്ങനെങ്കിലും ഇല്ലാതാക്കും. ഹനിഷ്യേജാപരാന, ഞാൻ ഇതിന്റെ മുന്നേയും അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെ? എന്നെ എതിർത്ത എല്ലാവരും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, ഇവനെ ഞാൻ ശരിയാക്കും എന്ന് ആണ് ഇവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി. ഇനി ഈശ്വരൻ എന്ന് പറയുന്നത് ആരാണ്? ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, അല്ല? ഞാൻ തന്നെയാണ് ഈശ്വരൻ, വേറെ ഈശ്വരനൊന്നുമില്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ വേറൊരാളെ ഈശ്വരനാണെന്ന് കരുതി ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങളെ തന്നെ ആരാധിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഈശ്വരോഹം, ഞാൻ തന്നെ ഈശ്വരൻ, അല്ലെ? എല്ലാവരും എന്നെ ബഹുമാനിച്ചോളൂ, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആരെ ബഹുമാനിക്കരുത്? ഈശ്വരനെ ബഹുമാനിക്കരുത്. ഈശ്വരോഹം. അഹം ഭോഗി, ഞാൻ എന്താണ്? ഞാൻ വളരെ സന്തോഷവാനാണ്. സിദ്ധോഹം ബലവാൻ സുഖി. സിദ്ധോഹം, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആണ്, ഞാനില്ലായിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു, അല്ല? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അവർക്കൊന്നും അറിയില്ല, എല്ലാം അറിയുന്നത് ആർക്കാണ്? എനിക്കാണ് അറിയുന്നത്. സിദ്ധോഹം ബലവാൻ സുഖി, ഞാനിവിടെ വളരെ സുഖമായിട്ട് ജീവിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യും? വേണമെങ്കിൽ എന്തെങ്കിലും യജ്ഞങ്ങളൊക്കെ ചെയ്യും. എനിക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ യജ്ഞം ചെയ്യും, ദാനം ചെയ്യും, വഴിപാടുകളൊക്കെ ചെയ്യും. അത് ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതെനിക്ക് സുഖമായിട്ട് ജീവിക്കണം, അതിനുവേണ്ടി ഞാൻ വഴിപാടുകളൊക്കെ ചെയ്യും. അതിവിടെ പറയുന്നുണ്ട്. മയാ യക്ഷേദാസ്യാമി മോദിഷ്യ ഇത്യജ്ഞാന വിമോഹിത. ഞാൻ യജ്ഞം ചെയ്യും, ദാനം ചെയ്യും, അങ്ങനെ ഞാൻ സുഖമായിട്ട് ജീവിക്കും. അത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയല്ല, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ വഴിപാടുകളൊക്കെ ചെയ്യും. ഇത് ആസുരികമായിട്ടുള്ള ചിന്തയാണ്. ആഢ്യോ അഭിജനവാനസ്മി. പിന്നെന്താണ് ഞാൻ ചിന്തിക്കുന്നത്? ആസുരിക സ്വഭാവം എന്താണ് ചിന്തിക്കുന്നത്? ആഢ്യോ അഭിജനവാനസ്മി, ഞാൻ ഈ സൊസൈറ്റിയിൽ ഒരു സാധാരണ ആളല്ല, ഞാൻ ഒരു ആഢ്യൻ ആണ്. അതായത് ഞാൻ കുറച്ച് ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ പിറന്ന ആളല്ല, ഞാൻ ഉയർന്ന ഫാമിലിയിൽ പിറന്ന ആളാണ്, അല്ല? ആഢ്യോ അഭിജനവാനസ്മി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആരാണ്? സാധാരണ ആളുകളായിട്ടൊന്നും ഞാൻ കൂട്ടുകൂടാറില്ല. ഞാൻ നല്ല സ്റ്റാൻഡേർഡുള്ള ആളുകളോട് മാത്രമേ എനിക്ക് കൂട്ടുകെട്ടുള്ളൂ. അഭിജനവാനസ്മി, എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയുള്ള ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്. ആഢ്യോ അഭിജനവാനസ്മി കോന്യോസ്തി സദൃശോമയ. എൻ്റെ അത്ര എക്സ്പേർട്ടായിട്ട് ആരുമില്ല, ഞാൻ ജീവിക്കാൻ പഠിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെയാണ്
ഒരു ആസുരിക ചിന്താഗതിയുള്ള ആള് ചിന്തിക്കുന്നത്. പലപ്പോഴും ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൂടെയും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആസുരിക ചിന്തയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ചിന്തകളുമായിട്ട് ഇവര് അങ്ങനെ ജീവിതകാലം മുഴുവൻ യഥാർത്ഥത്തിൽ അവർ സന്തോഷമൊന്നും അനുഭവിക്കുന്നില്ല. സന്തോഷം അനുഭവിക്കാതെ ജീവിതം മുഴുവൻ തീർക്കുകയാണ്, വേസ്റ്റ് ആക്കുകയാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 16ാമത്തെ ശ്ലോകത്തിൽ അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചോ. ഇങ്ങനെ മനസ്സ് പറയുന്നത് മാത്രം കേട്ട് ഭൗതിക ആഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിച്ച് അവസാനം അവരെ എവിടെയാണ് എത്തിച്ചേരുന്നത്? പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചോ. അവർ നരകീയ ലോകത്തിലേക്കാണ് അവസാനം എത്തിച്ചേരുന്നത്. അല്ല, അവരുടെ അവസാന കാലം നോക്കിക്കഴിഞ്ഞാൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല, ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിച്ചില്ല എന്ന് അവർക്ക് അവസാനം മനസ്സിലാകും. അവസാനം അവർ നരകീയ ലോകങ്ങളിലേക്ക്, നരകീയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇനി അവര് ചില സമയത്ത് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ പേരെടുക്കുന്നതിന് വേണ്ടി ചില യജ്ഞങ്ങളും സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടുള്ള യജ്ഞങ്ങളും വേദവിധി പ്രകാരം അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദാന്യത യജന്തേ നാമയജ്ഞേസ്തേ ദമ്പേന അവിധിപൂർവകം. ചില ആളുകള്, അസുരന്മാര് കലിയുഗത്തിൽ പ്രത്യേകിച്ചും പലപ്പോഴും ആധ്യാത്മിക ആചാര്യന്മാരുടെ വേഷത്തിലൊക്കെ വരും, സന്യാസിമാരുടെ വേഷത്തിൽ, അല്ലെങ്കിൽ ഉയർന്ന പണ്ഡിതനാണ് എന്നുള്ള ആ ഭാവത്തിലൊക്കെ വരും കലിയുഗത്തിൽ പ്രത്യേകിച്ചും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ഉദ്ദേശം എന്താണ്? ധനമാനമദാന്യത. അവർക്ക് ആളുകളുടെ അടുത്തുനിന്ന് പണം പിരിക്കണം, അല്ലെങ്കിൽ ആളുകളുടെ ഗുരുവായിട്ട് മാറണം, മാനം, എല്ലാവരും എന്നെ ആദരിക്കണം. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ടുണ്ടാക്കിയ പല യജ്ഞങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. എന്നിട്ട് ആ വിഡ്ഢികളായിട്ടുള്ള ആളുകളുടെ ഒരു ആത്മീയ നേതാവായിട്ട് അങ്ങനെ ഇരിക്കും. ഇതൊക്കെ അസുരിക പ്രവണതയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദാന്യത യജന്തേ നാമയജ്ഞേസ്തേ. നാമയജ്ഞം, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ യജ്ഞങ്ങളൊക്കെ അവർ ചെയ്യും. ദമ്പേന അവിധിപൂർവകം. അതൊന്നും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ആളുകൾക്ക് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാത്തത് കൊണ്ട്, ഇത് വേദങ്ങളിൽ ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊന്നും അറിയാത്തത് കൊണ്ട്, ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാത്തത് കൊണ്ട് ഇവരെങ്ങനെ ആളുകളെ വഞ്ചിച്ച് സുഖമായിട്ട് കഴിഞ്ഞുകൂടും. അവിധിപൂർവകം. അതൊരിക്കലും വേദനിർദ്ദേശപ്രകാരമല്ല എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നു. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത മാമാത്മ പരദേഹേഷു പ്രതിഷന്തോ അഭ്യസൂയക. അവരുടെ അഹങ്കാരം കൊണ്ട് അവര് യഥാർത്ഥ ധർമ്മത്തിനെ വിപരീതമായിട്ടാണ് കണക്കാക്കുന്നത്. യഥാർത്ഥ ധർമ്മത്തിനെ അവര് എതിർക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും കലിയുഗത്തിൽ നാമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വഴി ഉണ്ട്. എല്ലാവരും നാമം ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വിപരീതമായിട്ട് സംസാരിക്കാൻ തുടങ്ങും എന്ന് പറയും. ഇങ്ങനെയുള്ള ഈ ആസുരികമായിട്ടുള്ള ആളുകളുടെ ഗതി എന്താണ് എന്നാണ് 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. താനഹം ദിശതക്രൂരാൻ സംസാരേഷു നരാധമാൻ ശിഭാമി അജസ്രം അശുഭാൻ ആസുരീഷേവ യോനിഷു. ഇവർക്ക് ഇത് തന്നെയാണ് ഗതി. എന്താണ് ഗതി? വീണ്ടും വീണ്ടും ആസുരികമായിട്ടുള്ള ശരീരം അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്കൊരിക്കലും പുരോഗതി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ, മോക്ഷം ലഭിക്കാൻ അവർക്ക് സാധ്യതയില്ല എന്ന് പറയും. 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആസുരീം യോനി മാപന്ന മൂഢ ജന്മനി ജന്മനി മാം അപ്രാപ്യേവ കൗന്ദേയ തതോ യാന്തി അധമാം ഗതി. അസുരിക സ്വഭാവികൾക്ക് ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും. മാം അപ്രാപ്യ. ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ഭഗവാന്റെ ഭക്തനാകണം, അല്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. ആസുരിക സ്വഭാവികൾക്ക് ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്തി അധമാം ഗതി എന്നാണ് പറയുന്നത്. ഭഗവാൻ ഒരിക്കലും പ്രാപിക്കയില്ല എന്നാണ് പറയുന്നത്. പ്രാപിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്തി അധമാം ഗതി.
അവരെങ്ങോട്ടാണ് പോകുന്നത്? അവർ താഴോട്ടാണ് പോകുന്നത്. അവരുടെ സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെ അവർ താഴോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ നരകീയ കവാടത്തിന്, ആ നരകീയ ലോകത്തിന് 3 കവാടങ്ങൾ ഉണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. നരകത്തിന് 3 എൻട്രൻസ് ഉണ്ട്. 3 സ്വഭാവമുള്ളവർക്ക് നരകത്തിലേക്ക് ഫ്രീ പാസ് ലഭിക്കും. നരകത്തിലേക്ക് ഫ്രീ ആയിട്ട് പോകാം. 3 സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ത്രിവിധം നരകസ്യേതം, 3 വാതിലുകളാണ് നരകത്തിനുള്ളത്. ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനം ആത്മന, ഒരു ആത്മാവിന്റെ എല്ലാ സ്വഭാവങ്ങളും, ആത്മീയ സ്വഭാവങ്ങളും നശിപ്പിക്കുന്ന നരകീയ ലോകങ്ങൾക്ക് 3 ദ്വാരങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? കാമ ക്രോധ തഥാലോഭ തസ്മാത് ഏതത്രയും ത്യജേത്. കാമം, ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം. കാമം. ക്രോധം, ആ ഇന്ദ്രിയ തൃപ്തി നടന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രോധം ഉണ്ടാകും. ലോഭം, ഇന്ദ്രിയ തൃപ്തി നടന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കൂടുതൽ ഇന്ദ്രിയ തൃപ്തി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അതാണ് ലോഭം. ഈ 3 നരകത്തിലേക്കുള്ള വാതിലുകൾ എന്ന് പറയുന്നത്. കാമം, ക്രോധം, ലോഭം. അപ്പം നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇത് 3 ഉപേക്ഷിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ലോഭ തസ്മാത് ഏതത്രയം ത്യജേത്, അത് ത്യജിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. കാമവും ക്രോധവും ലോഭവും ഉള്ളവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അവർ നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അത് 3 ത്യജിക്കണം, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. തസ്മാത് ഏതത്രയം ത്യജേത്. അങ്ങനെ ത്യജിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് അതിൽ നിന്ന് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏതേർ വിമുക്ത കൗന്ദേയ തമോദ്വാരേ സ്ത്രിപിർനര ആചരത്യാത്മനശ്രേയത്തതോ യാതി പരാംഗതി. ഈ 3 വാതിലുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധിച്ചാൽ, കാമം, ക്രോധം, ലോഭം, ഇതിൽ നിന്നും 3ൽ നിന്നും രക്ഷ നേടാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും? ശ്രേയസ്തതോ യാതി പരാംഗതി. അങ്ങനെയുള്ളവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം, അവസാനം ഭഗവാന്റെ അടുത്തേക്കും തിരിച്ചെത്താനും സാധിക്കും എന്ന് പറയും. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ശാസ്ത്രങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. ശാസ്ത്രവിധി പ്രകാരം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരത നസസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി. ആരാണോ ശാസ്ത്രവിധി അനുസരിക്കാതെ പ്രവർത്തിക്കുന്നത്, ശാസ്ത്രവിധി അനുസരിക്കാതെ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ പോലും സുഖം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യം ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരത നസസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി എന്ന് പറഞ്ഞിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം ആരാധനയൊക്കെ ചെയ്യാം. ഈശ്വരാരാധന അങ്ങനെ നമ്മൾ ശാസ്ത്രവിധിയൊന്നും നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നതിനനുസരിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം, അല്ല, ഇഷ്ടമുള്ളതിനെ ആരാധിക്കാം. എന്തിനെ ആരാധിച്ചു കഴിഞ്ഞാലും ഈശ്വര ആരാധന തന്നെയാണ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആസുരികമായിട്ടുള്ള സ്വഭാവമാണ്. അവർ ശാസ്ത്രത്തിനെ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. ഭഗവാന്റെ നിർദ്ദേശങ്ങളെയോ വേദങ്ങളെയോ ശാസ്ത്രങ്ങളെയോ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എന്താണ് കിട്ടുന്നത്? നസസിദ്ധിം അവാപ്നോതി, അവർക്ക് ഈ ലോകത്തിൽ തന്നെ സുഖം കിട്ടുന്നില്ല എന്ന് പറയും. അവർക്ക് ഒരിക്കലും പെർഫെക്ഷൻ കിട്ടാൻ പോകുന്നില്ല. നസസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാംഗതി, അവർക്ക് ഈ ലോകത്തിൽ തന്നെ സുഖമോ സമാധാനമോ ലഭിക്കുന്നില്ല. ന പരാംഗതി, അവർക്ക് ഉയർന്ന ലോകത്തിലേക്കുള്ള പ്രവേശനവും ലഭിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ ശാസ്ത്രവിധി അനുസരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. നമ്മൾക്ക് യഥാർത്ഥ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. അല്ലാതെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും സുഖം ലഭിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു 24ാമത്തെ ശ്ലോകത്തില്, തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതം. അതുകൊണ്ട് എന്ത് വേണം? ശാസ്ത്രം അനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അല്ല, നമ്മൾ എന്തെങ്കിലും ആരാധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രവിധി പ്രകാരം തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തത് കൊണ്ട് കാര്യമില്ല. തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതോ. കാര്യം അകാര്യം,
നമ്മുടെ മനുഷ്യ ജന്മത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം, അല്ലെ? അപ്പൊ നമ്മൾ പറയും, അയ്യോ അതെനിക്ക് അറിയില്ല, ഞാൻ ഭഗവത്ഗീത ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ശാസ്ത്രം ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം അറിയുന്നവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അങ്ങനെയാണ് നമ്മൾ ശാസ്ത്രം മനസ്സിലാക്കുന്നത്. രണ്ടിനും തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്ക് ശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്തല്ല, ഒരു എക്സ്ക്യൂസ് അല്ല എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മളൊരു ട്രാഫിക് നിയമം തെറ്റിച്ചിട്ട് കോടതിയിൽ പോയി പറയുകയാണ്, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇളവ് കിട്ടുന്നില്ല. അറിയേണ്ടത് നമ്മുടെ കടമയാണ്, അല്ലെ? മനുഷ്യജന്മത്തിൽ ഈശ്വരനെ കുറിച്ചും ഈശ്വര ശാസ്ത്രം അറിയേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ ഡ്യൂട്ടി. അപ്പൊ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം എന്ന് തന്നെയാണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തും ഇഹാർഹസി. കർമ്മകർത്തും ഇഹാർഹസി. അപ്പൊ ശാസ്ത്രവിധി പ്രകാരം തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അപ്പം ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ, ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ആസുരിക സ്വഭാവത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നത്. ആസുരിക സ്വഭാവത്തിൽ നിന്ന് രക്ഷ നേടിയാൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ ഉയർന്നു പോകാൻ സാധിക്കുകയുള്ളൂ, മോക്ഷം ലഭിക്കുകയുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മൾ ശാസ്ത്രവിധിയൊന്നും അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ആസുരികമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് പോകും. ആസുരിക സ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നതെന്നും ഇവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായം ശ്രദ്ധാവിഭാഗങ്ങൾ. അർജുനൻ ഇതിനെ തുടർന്ന് ഒരു ചോദ്യം